بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. رب تمم بالخير والسعادة. ബഹുമാന്യരെ, വേദശേഷ മഹാസത്യപാതാരം എന്ന നമ്മുടെ ബുഖാരി ദർസിൻ്റെ 14-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ അവർ ഹദീസിൻ്റെ വിഷയത്തിൽ ഹദീസുകൾ ജമ്മ് ചെയ്യുമ്പോൾ, ക്രോഡീകരിക്കുമ്പോൾ അവർ അത് പല രീതിയിലാണ് ക്രോഡീകരിച്ച് വച്ചിട്ടുള്ളത്. അങ്ങനെ ഹദീസ് ക്രോഡീകരണത്തിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ തരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് ധാരാളമായുണ്ട്. വളരെ കൂടുതൽ ഐറ്റങ്ങൾ മഹാന്മാർ അത് രചിച്ചു വച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നത് അത് 27 ഐറ്റമാണെന്നാണ്. കിതാബുകളുടെ തരങ്ങൾ, അതിൻ്റെ ഘടന നോക്കുമ്പോൾ എല്ലാത്തിലും വിശദീകരിക്കുന്നത് ഹദീസുകൾ തന്നെയാണെങ്കിലും അതിൻ്റെ തരങ്ങൾ വേർതിരിക്കുമ്പോൾ അതിൻ്റെ രീതികൾ ധാരാളമുണ്ട്. 1. ജാമ്യ. ഒന്നാമത്തെ ഐറ്റം ജാമ്യ എന്നാണ്. രണ്ടാമത്തേത് സുനൻ. മൂന്നാമത്തേത് മസാനീദ്, മുസ്നദുകൾ. 4. മുഅ്ജമുകൾ. 5. മശീഖാത്ത്. 6. അൽ അജ്സാഉ വർ-റസായിൽ. 7. അർബഈനാത്ത്. 8. അൽ അഫ്റാദ് വൽ ഗറായിബ്. 9. മുസ്തദ്റക്. 10. മുസ്തഖ്റജ്. 11. അൽ അത്റാഫ്. 13. അത്തറാജിം. 14. അത്തആലീഖ്. 15. അത്തർഗീബ് വത്തർഹീബ്. 16. മുസൽസലാത്ത്. 17. സുലാസിയാത്ത്. 18. അൽ അമാലി. 19. അസ്സവായിദ്. 20. മുഖ്തസറാത്ത്. 21. അത്തഖാരീജ്. 22. ശറഹുൽ ആസാർ. 23. അസ്ബാബുൽ ഹദീസ്. 24. അത്തർത്തീബ്. 25. അത്തലീഫ് അലാ ഹുറൂഫിൽ മുഅ്ജം. അത്തലീഫു അലാ ഹുറൂഫിൽ മുഅ്ജം. 26. അൽ മൗദൂആത്ത്. 27. അൽ അദ്ഇയത്തുൽ മൗസൂറ. 28. അൽ ഇലൽ. ഇത്രയും ഐറ്റം കിതാബുകളാണ് ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട്.
ചെറിയൊരു വിശകലനമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ജാമിഅ എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബുകൾ. അത് ഹദീസിൻ്റെ എല്ലാ ഐറ്റങ്ങളും ഉള്ള കിതാബുകൾ. ഹദീസുകൾ ഏതെല്ലാം വിഷയത്തിലുണ്ടോ അതിലെല്ലാം ഇറങ്ങിയതായി എല്ലാം ചുറ്റിയതായ കിതാബ്. 8 വിഷയങ്ങൾ. ആ 8 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കിതാബിനെ പറ്റിയാണ് ജാമിഅ എന്ന് പറയുന്നത്. വഹുവ ഫി ഇസ്തിലാഹിൽ മുഹദ്ദിസീന മാ യൂജദു ഫീഹി ജമീഉ അൻവാഇൽ ഹദീസി മിനൽ അഖായിദി والأحكام والركاك والآداب والتفسير والتاريخ والفتن والمناقب. ഇതാണ് ആ വിഷയങ്ങൾ. ഈ 8 വിഷയങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു കിതാബിനെ പറ്റി ജാമിഅ എന്ന് പറയുക. ഒന്ന്, അഖീദ സംബന്ധമായ വിഷയങ്ങൾ. 2, ഹുക്കുമുകൾ സംബന്ധമായ വിഷയങ്ങൾ. 2, റിഖാഖ്. ഇൻഷാ അല്ലാഹ് റിഖാഖിനെ പറ്റി പറയാൻ പോകുന്നുണ്ട്. സുഹുദ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് റിഖാഖ്. മനുഷ്യൻ്റെ മനസ്സിനെ പദം വരുത്തുന്ന കാര്യങ്ങൾ. പിന്നെ അദബുകൾ, സലാം പറയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. 5, തഫ്സീർ, ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകൾ. 6, താരീഖ്. ആ താരീഖ് 2 രൂപത്തിലുണ്ട്. ആ 2 വിഭവത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രങ്ങളും അതിൽപ്പെട്ടതാണ് ലോകത്തിൻ്റെ ചരിത്രവും. പിന്നെ ഫിത്തൻ, ഖിയാമത്ത് നാൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഖിയാമത്ത് നാളിൻ്റെ മുമ്പത്തെ അടയാളങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഫിത്തനകൾ. പിന്നെ മനാഖിബുകൾ, അൻസാറുകൾ, മുഹാജിറുകൾ, അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ, ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും മനാഖിബിൽ വാരിദായ ഹദീസുകൾ. ഇങ്ങനെയുള്ള ഈ 8 വിഭാഗം ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു കിതാബിനെ സംബന്ധിച്ച് ജാമിഅ എന്ന പേരിൽ അറിയപ്പെടുകയുള്ളൂ. എന്നാൽ ഈ 8 വിഷയത്തിൽ നിന്നുള്ള ഓരോരോ വിഷയങ്ങളെ സംബന്ധിച്ചും ധാരാളം കിതാബുകളുണ്ട്. 8ഉം കൂടിയതാണ് ജാമി എങ്കിലും ഓരോന്ന് കൂടിയ കിതാബ്, ഓരോ വിഷയത്തിൽ ധാരാളം കിതാബുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഫഅഹാദീസുൽ അഖായിദി മിൻഹാ തുസമ്മ ഇൽമു തൗഹീദിൻ്റെ കിതാബുകൾക്കും അഖീദ സംബന്ധ വിഷയങ്ങൾക്കാണ്, ബന്ധപ്പെട്ട ഹദീസുകൾക്കാണ് ഇൽമു തൗഹീദിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞത്. അതിൽ അബൂബക്കർ ബിൻ അബീ ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ തൗഹീദ് എന്ന കിതാബുണ്ട്. കിതാബുൽ അസ്മാഉ സിഫാത്ത് ബൈഹഖി ഇമാമിൻ്റെതുണ്ട്. അങ്ങനെ ധാരാളം കിതാബ്, അതിൽ മശൂറായ കിതാബുകളുണ്ട്. അതുപോലെ തന്നെ അഹ്കാമിൻ്റെ കിതാബ് തുടങ്ങിയാൽ കിതാബ് ത്വഹാറത്ത് കൊണ്ടാണ്. ആ കിതാബ് ത്വഹാറത്ത് കൊണ്ട് തുടങ്ങിയാൽ പിന്നെ അത് അവസാനിപ്പിക്കൽ പലരും പല രീതിയിലാണ്. നമ്മളെ മുന്നിലുള്ള സുനനുൽ അർബഅത്ത് നോക്കിയാൽ തന്നെ പല രൂപത്തിലാണ് കാണുക. അപ്പോൾ അതിന് സുനന് എന്ന് പറയാനുള്ള കാരണം തന്നെ ഉസ്താദ്മാർ പറഞ്ഞതിൽ ഫുഖഹാവിൻ്റെ ചര്യ പിൻപറ്റുന്ന കിതാബുകൾ പിൻപറ്റിയത് കൊണ്ടിട്ടാണ്. ബാബിൻ്റെ വിഷയത്തിൽ അവരുടെ തുടക്കം ഓരോരോ വിഷയങ്ങൾ ഫുഖഹാവിൻ്റെ ശൈലി പിൻപറ്റിയത് കൊണ്ട് ബാബിടുന്ന വിഷയത്തിൽ, അതുകൊണ്ടാണ് സുനന് എന്ന് പറയുന്നത് എന്നാണ്. വൽകുതുബുൽ മുസന്നഫത്തു ഫീ ഹാദൽ ഫന്നി അക്സറു മിൻ അൻ തുഹ്സറാ. ഈ വിഷയത്തിൽ സുനനുകളായി രചിക്കപ്പെട്ട കിതാബുകൾ ക്ലിപ്തമാക്കലിനെ തൊട്ട് വളരെ കൂടുതലാണ്. പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. അതിൽപ്പെട്ടതാണ് സുനനുൽ അർബഅയെ പറ്റി ചർച്ചകൾ വരുന്നുണ്ട്. ഏതൊക്കെ അതിൽ കുറച്ചൊക്കെ നമ്മൾ എണ്ണി പറയുന്നുണ്ട്. പിന്നെ അഹാദീസു റിഖാഖ് ആണല്ലോ മൂന്നാമത്തത്. റിഖാഖ് അതേതാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന തസവൂഫിൻ്റെ വിഷയങ്ങൾ, സുഹുദിൻ്റെ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനുഷ്യൻ്റെ മനസ്സിനെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഹദീസുകൾ. അതിലാണ് ഇമാം അഹ്മദ് ഹംബൽ തങ്ങളുടെ കിതാബു സുഹുദ് എന്ന് പറയുന്ന കിതാബ് മശൂറ കിതാബാണ്. അതുപോലെ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിനക്ക് ഒരു കിതാബു സുഹുദ് ഉണ്ട്. ധാരാളം കിതാബുകൾ അങ്ങനെ ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്.
പിന്നെ ആദാബാണ്, അദബ്. ഇമാം ബുഖാരിക്ക് തന്നെ ആ വിഷയത്തിൽ കിതാബുണ്ട്. അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബ് ഇമാം ബുഖാരിയുടേതാണ്. അതുപോലെ കിതാബുകൾ ധാരാളം അദബിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ തഫ്സീറിൻ്റെ ഹദീസുകൾ, അതാണല്ലോ അഞ്ചാമത്തേത്. അതിനൊക്കെ ഇൽമു തഫ്സീർ എന്ന് പറയും. അത് ആ വിഷയത്തിൽ ധാരാളം കിതാബുകളുണ്ട്. ഖുർആൻ്റെ ആയത്തുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് വാരിദായ ഹദീസുകൾ ഓരോരോ ആയത്തിൻ്റെ തേത്തിനും കൊടുക്കുക. അതിൽപ്പെട്ട മഷൂറ കിതാബാണ് ഇബ്നു മർദവൈഹി എന്നവരുടെ തഫ്സീർ. അതുപോലെ ദൈലമിയുടെ തഫ്സീർ, ഇബ്നു ജരീറിൻ്റെ തഫ്സീർ, ദുർറുൽ മൻസൂർ, ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ മുജല്ലദുകൾ കിതാബുകളാണ്. അങ്ങനെ ധാരാളം ആ വിഷയത്തിൽ തഫ്സീറുകളുണ്ട്. അതുപോലെ ആറാമത്തെ താരീഖ്, സിയർ. അത് രണ്ടായിട്ടാണുള്ളത്, നേരത്തെ സൂചിപ്പിച്ച മാതിരി. ഒന്ന് ആകാശം, ഭൂമി, ജീവികൾ, ജിന്ന്, ശൈത്താന്, മലക്കുകൾ, അമ്പിയാക്കൾ, ഇവരുമായി ബന്ധപ്പെട്ട അവരുടെ പടക്കൽ എങ്ങനെ എന്നു മുതൽ പടക്കൽ തുടങ്ങി അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞു പോയ ഉമ്മത്തുകളുടെ സ്വഭാവങ്ങൾ, അമ്പിയാക്കളുടെ ചരിത്രങ്ങളെല്ലാം പറയുന്നത്. അതിനേക്കാണ് ബദുഉൽ ഖൽഖ് എന്ന നിലക്കാണ് അതിനെ അധികവും പരിചയപ്പെടുത്തൽ. അൽ ബിദായത്തു വന്നിഹായയിൽ നോക്കിയാൽ കാണാം. അതിലും ആ വിഷയത്തിലുള്ള വലിയ കിതാബുകളാണ്. രണ്ടാമത്തേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അസ്വാബുൽ കിറാമിൻ്റെയും നബി തങ്ങളുടെ ആലിനെയും പറ്റിയുള്ള ചരിത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവം, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നബി തങ്ങൾ വഫാത്ത് വരേക്കും ഉള്ള ചരിത്രങ്ങൾ. അതുപോലെ ആലിൻ്റെത്, അസ്ഹാബിൻ്റെത്, ആ ചരിത്രങ്ങൾ പറയുന്നത് എനിക്ക് ഇൽമു സീറ എന്ന് പറയും. ആ വിഷയത്തിലും ധാരാളം കിതാബുകളുണ്ട്. സീറത്ത് ഇബ്നു ഇസ്ഹാഖ്, സീറത്ത് ഇബ്നു ഹിസാം, സീറത്ത് മുല്ല ഉമർ, അങ്ങനെ ധാരാളം കാണാം. ആ വിഷയത്തിലൊക്കെ അറിയപ്പെട്ടതാണ്, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തത്ര ഉള്ളതാണതെല്ലാം. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് ഫിത്തനിൻ്റെ ഹദീസുകൾ. അതിൻ്റെ പേരാണ്. ആ വിഷയത്തിൽ ധാരാളം കിതാബുകളുണ്ട്. നുഐം ഇബ്നു ഹമ്മാദ് എന്നവർക്ക് ഒരു കിതാബുൽ ഫിത്തനുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞത് ഔറദ ഫീഹി കുല്ല റത്ബിൻ വയാബിസിൻ, ഹൗസില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നുള്ളതാണ് മനാഖിബുകൾ. മനാഖിബിനെ സംബന്ധിച്ച് ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ധാരാളം ഐറ്റങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതകൾ പറയുന്നത്, ആലുബൈത്തിൻ്റെ പറയുന്നത്, അസ്വാബിൻ്റെ പറഞ്ഞത്, ഖുറൈശികളെ മനാഖിബ്, അൻസാറുകളെ മനാഖിബ്, അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ മനാഖിബുകൾ, അങ്ങനെ പറയുന്ന കിതാബുകൾ ധാരാളമുണ്ട്. മുഹിബ്ബത്ത് ബിരി എന്ന മഹാനിക്ക് റിയാദുൽ നളറ ഫി മനാഖിബിൽ അശ്റ എന്ന നല്ല കിതാബുണ്ട്. ദഖായിറുൽ ലുഖ്ബ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളിലുള്ള ദഖായിറുൽ ലുഖ്ബ ഫി മനാഖിബി ദവിൽ ഖുർബ എന്ന് പറയുന്ന കിതാബുണ്ട്. അങ്ങനെ മനാഖിബ് അഹ്ലി ബൈത്ത്, മനാഖിബുൽ അസ്വാജ്, ഇങ്ങനെ ധാരാളം കിതാബുകൾ പല മഹാന്മാർ രചിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രം കിതാബുണ്ട്. വൽ ഖൗലുൽ ജലിയു ഫി മനാഖിബി അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കിതാബുകളുണ്ട്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹ അവരുടെ മനാഖിബിലായി സ്വന്തം കിതാബ് രചിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ബഹുമാനപ്പെട്ട നസായി ഇമാമിൻ്റെ ഷഹാദത്ത് വരെ വന്നത്, ദിമിഷ്കിൽ വെച്ച് അവരെ കൊന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ശത്രുതയുള്ള വിഭാഗമാണ്. അതിന് കാരണം എന്താ? അലി റളിയല്ലാഹു അൻഹു മനാഖിബിൽ വലിയ കിതാബുകൾ എഴുതി. അത് വായിച്ചു കഴിഞ്ഞാൽ മഹാനായ നസായിയുടെ അലി ഇബ്നു അബി ത്വാലിബിൻ്റെ മനാഖിബുള്ള കിതാബ് അത് വായിച്ചാൽ, ഒരാൾ ഓതിക്കഴിഞ്ഞാൽ പിന്നീട് അലി റളിയല്ലാഹുവിനോട് ഒരിക്കലും ദേഷ്യം ഒരാൾക്കും വരൂല. അത്രയും വലിയ കിതാബായതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശത്രുത വച്ചിരുന്ന ആളുകളെ മുഖേനയാണ് ബഹുമാനപ്പെട്ട ഇമാം നസായിയുടെ വഫാത്തുള്ളത്. അപ്പോൾ ഈ 8 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കിതാബിനേക്കാണ് ജാമിഅ എന്ന് പറയുക. ആ ജാമിഅ എന്ന പേരിൽ കിതാബുകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്.
അതിൽപ്പെട്ട പ്രധാന കിതാബാണ് അൽ ജാമിഉ സ്വഹീഹ് ലിൽ ഇമാമിൽ ബുഖാരി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ജാമിഉ സ്വഹീഹ്, നമ്മൾ സ്വഹീഹ് ബുഖാരി എന്ന് പറയുന്ന നാം ഓതാനെടുത്ത കിതാബ്, അത് ജാമിയാണ്. ഈ 8 ഫന്നും അതിലുണ്ട്. അതുപോലെ ഇമാം തുർമുദിയുടെ ജാമ്യ, നമ്മൾ തുർമുദി എന്ന് പറയുന്ന കിതാബുണ്ട്, റവാഹു തുർമുദി എന്ന് പറയുന്ന തുർമുദി. ആ തുർമുദി ഇമാമിൻ്റെ കിതാബ് സുനനു എന്നുള്ള പേരിലും അറിയപ്പെടും. സുനനുൽ അർബഈൽ തുർമുദി എണ്ണലുണ്ട്. അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഈ 4 കിതാബും കൂടിയിട്ടാണ് സുനനുൽ അർബഅ എന്ന് പറയുന്നത്. എന്ന മാതിരി തന്നെ ഈ യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയുടെ, ഇമാം തുർമുദിയുടെ ആ സുനന് യഥാർത്ഥത്തിൽ ജാമിയാണ്. 8 ഫന്നും അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തുടങ്ങുന്നത് കിതാബ് ത്വഹാറത്ത് കൊണ്ടായതുകൊണ്ട് തന്നെ അതിന് സുനനുൽ അർബഅയിലും എണ്ണലുണ്ട്, സുനനിലും എണ്ണലുണ്ട്. അപ്പോൾ തുർമുദിൻ്റെ സുനനിക്ക് 2 പേരുണ്ട്. ജാമിഅ എന്ന് പറയും, എല്ലാ 8 ഫന്നുമുണ്ട് എന്നുള്ള നിലക്ക്. പക്ഷേ തുടക്കം കിതാബ് ത്വഹാറത്ത് കൊണ്ടായതുകൊണ്ട് തുർമുദിയുടെ ജാമിഅനെ സംബന്ധിച്ച് സുനന് എന്നുള്ള പേരിലും എണ്ണലുണ്ട്. പിന്നെ അപ്പോൾ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ജാമിഉ സ്വഹീഹാണത്, ജാമിആൻ. അതുപോലെ തുർമുദിയുടെ കിതാബും ജാമിആൻ. പിന്നെ ഇമാം മുസ്ലിമിൻ്റെ കിതാബ് സഹീഹ് മുസ്ലിം എന്ന് പറയും. ഇമാം മുസ്ലിമിൻ്റെ കിതാബ് ആ വിഷയത്തിൽ ഈ ഫന്നുകൾ എല്ലാം ഉണ്ടെങ്കിലും, പക്ഷേ അതിനേക്ക് തഫ്സീർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടെങ്കിലും തഫ്സീർ വളരെ കുറവാണ്. അതുകൊണ്ട് സഹീഹ് മുസ്ലിമിനെ സംബന്ധിച്ച് ജാമിഅ എന്ന് പറയുമോ? പറയില്ലേ. അധികാളും പറയുന്ന അധിക മുഹദ്ദിഥീങ്ങളും പറയുന്നത് സഹീഹ് മുസ്ലിം ജാമിഅ അല്ല എന്നാണ്. പലരുടെയും അഭിപ്രായം അങ്ങനെയാണ്. എന്നാൽ അത് ജാമിഅ തന്നെയാണ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. കാരണം തഫ്സീർ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ തഫ്സീർ വിശദീകരിക്കുന്നിടത്ത് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഇമാം മുസ്ലിമിൻ്റെ ആ കിതാബിൻ്റെ ആ സഹീഹ് നോക്കിയാൽ, ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ, ആയത്തുകൾക്ക് വ്യാഖ്യാനമായി വരുന്ന ഹദീസുകൾ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. പല ബാബുകളിലായിട്ട് ആ തഫ്സീറിൻ്റെ സെക്ഷനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും. കാരണം ഇമാം മുസ്ലിമിൻ്റെയും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുമാ 2 പേരുടെയും 2 മഹാന്മാരുടെയും ശൈലി 2ആണ്. ഇമാം ബുഖാരി മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ ഓരോരോ വിഷയങ്ങൾ, ഓരോരോ ഹെഡിങ്ങുകൾ, ആ ഹെഡിങ്ങിന് തെളിവായിട്ട് ഹദീസ് കൊണ്ടുവരലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിനെ തന്നെ പല തവണ കൊണ്ടുവന്ന് എന്ന് വരും. കാരണം പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പല ഫായിദകൾക്ക് വേണ്ടി. ഇമാം മുസ്ലിം ബാബിടാത്തത് കൊണ്ട് തന്നെ ഓരോരോ ഹദീസുകളെ ജന്മ ചെയ്യലാണ് ലക്ഷ്യമുള്ളത്. ഹദീസുകളെ ജമ്മു ചെയ്യൽ ലക്ഷ്യമായതിൻ്റെ പേരിൽ ഒരേ ഹദീസിനെ തന്നെ ആവർത്തനം വളരെ കുറവാണ് മുസ്ലിമിൽ. അതുകൊണ്ട് ആവർത്തിക്കൽ ലക്ഷ്യമില്ലാത്തത് കൊണ്ടും പ്രത്യേക ബാബിടൽ ലക്ഷ്യമില്ലാത്തത് കൊണ്ടും പ്രത്യേക വാദങ്ങൾക്ക് വേണ്ടി, പ്രത്യേക ആശയങ്ങൾക്ക് വേണ്ടി ആ ആശയം ഇന്നതിൽ കിട്ടുമെന്ന് സമർത്ഥിക്കൽ ലക്ഷ്യമില്ലാത്തത് കൊണ്ടും ആദ്യം പറഞ്ഞതായ മുമ്പ് വന്നതായ ഹദീസുകൾ, തഫ്സീറുള്ള ഹദീസുകളെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൻ്റെ സെഷനിൽ കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ. തഫ്സീറുണ്ട്. അതുകൊണ്ട് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹ് അത് ജാമിഉ തന്നെയാണ്. ആ ജാമിഉ എന്നാണ് പല മഹാന്മാരും പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കാമൂസ് ഉണ്ടാക്കിയ അശ്ശൈഖ് മജീദുദ്ദീൻ ഷിറാസി അവർ പറഞ്ഞത് എന്താ? ജാമിഉ എന്നാ പറഞ്ഞിട്ടുള്ളത് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിനെ പറ്റി. മജീദുദ്ദീൻ ഷിറാസി പറയാണ്, ആ മുസ്ലിം ഓതി തീർന്നപ്പോൾ ഖത്തംതു ബിഹംദില്ലാഹ് ജാമിഅ മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ ജാമിഅനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അത് ഞാൻ തീർത്തിരിക്കുന്നു. അതുപോലെ ഹാജി ഖലീഫ കിതാബുകളെ സംബന്ധിച്ചെല്ലാം വിശദമായി പഠനം നടത്തി. അതെല്ലാം ഇന്നതുപോലെ ഇന്ന കിതാബുകൾ ഇന്നാൾ രചിച്ചു എന്ന് പ്രത്യേകമായി പറയുന്ന കിതാബാണല്ലോ കശ്ഫുൽ ദുനൂൻ ഹാജി ഖലീഫയുടെ. അതിൽ അവർ പറയുന്നത് ഇമാം മുസ്ലിമിൻ്റെ കിതാബിനെ സംബന്ധിച്ച് ജാമി എന്നാണ്. അവർ ജാമിൻ്റെ കൂട്ടത്തിൽ എണ്ണിയതെന്താ? കാല ഹാജി ഖലീഫ പറഞ്ഞു, ജാമിഉ സ്വഹീഹി ലിൽ ഇമാമിൽ ഹാഫിളി അബിൽ ഹുസൈനി മുസ്ലിമിൻ ഹജ്ജാജ് ഖുസൈരി ശാഫിഈ. കണ്ടോ, ഇമാം മുസ്ലിം ഷാഫി മദ്ഹബ് തന്നെയാണ്. അത് മുഹദ്ദിസീങ്ങൾ അധികവും അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇമാം മുസ്ലിമിൻ്റെ ജാമിഇനെ സ്വഹീഹിനെ സംബന്ധിച്ച് ജാമിഉ എന്നാണ് കശ്ഫുൽ ദുനൂനിൽ പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ മുത്തഅഖിരീങ്ങളിൽ നിന്നുള്ള അതുകളും ജാമിഉ സ്വഹീഹ് എന്ന് പറയും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിനെ സംബന്ധിച്ച് മുത്തഖദ്ദിമീങ്ങൾ അത് സംബന്ധിച്ച് സ്വഹീഹ് എന്ന് പറയലില്ല. പിന്നെ തുർമുദിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, തുർമുദ് ഏതായാലും ജാമിയാണ്, അതോടുകൂടെ അതിനെ സംബന്ധിച്ച് സുനന് എന്നും പറയും എന്നുള്ളതാണ്. ഈ ജാമിയിൽ രചിച്ച കിതാബുകളാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജാമിഅ. അത് ബുഖാരി ഇമാമിൻ്റെ ജാമിയുടെ മുമ്പുള്ള ജാമിയാണത്. അതുപോലെ ജാമിയകൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജാമിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ സുനനുണ്ടാക്കി മക്കയിലേക്ക് അയച്ചു കൊടുത്തു. മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ആ വിഷയം. അങ്ങനെ അയച്ചു കൊടുത്തു. ഇതിൽ ഞാൻ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളെയും ജമ്മ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്ത്, ആ കത്തിൻ്റെ അവസാനമായി എഴുതി വയുഅ്ജിബുനി അൻ യക്തുബ റജുലു മഅ ഹാദിഹിൽ കുതുബി മിസ്ല ജാമി സുഫിയാൻ സൗരി ഫഇന്നഹു അഹ്സനു മാ വളഅ അന്നാസു മിനൽ ജവാമിഅ. എൻ്റെ ഈ കിതാബോട് കൂടെ നിങ്ങൾ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജാമിഅനെ പോലെയുള്ള കിതാബുകളും കൂടി എഴുതി വെക്കണം. അതെനിക്ക് വലിയ സന്തോഷമാണ്. ജവാമിയിൽ വെച്ച് ഏറ്റവും നല്ല ജാമിയാണ് ജാമിഅ സുഫിയാൻ സൗരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരിയുടെ മുമ്പ് സുഫിയാൻ സൗരി ബുഖാരിയുടെ കുറേ മുമ്പുള്ള ആളാണ്. അപ്പോൾ ഇമാം ബുഖാരിയുടെ മുമ്പ് തന്നെ ലോകത്ത് ജാമിയകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ ജാമ്യ അറിയപ്പെട്ട ജവാമിയിൽപ്പെട്ടതാണ് ജാമിഉൽ ഇമാം അബ്ദുർ റസാഖ് ബിൻ ഹുമാം അസ്സൻആനി. 211 വഫാത്തായ അബ്ദുർ റസാഖ് ബിൻ ഹുമാം അസ്സൻആനി എന്നവരുടെ ജാമ്യ. അതുപോലെ ഇമാം ദാരിമിക്ക് ജാമ്യുണ്ട്. അതിന് ജാമ്യകൾ ധാരാളമുണ്ട്. ദാരിമിക്ക് ജാമ്യവുമുണ്ട്, മുസ്നദുമുണ്ട്, വേറെയും കിതാബുകളുണ്ട് ഹദീസിൽ തന്നെ. അപ്പോൾ ഇത്രയും ഈ 8 വിഷയങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകൾക്ക് മാത്രമേ ജാമ്യ എന്ന് പറയുള്ളൂ. നമ്മുടെ മഷൂറായ കിതാബുകളിൽ ജാമിയായി അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ജാമ്യ, തുർമുദി ഇമാമിൻ്റെ ജാമ്യ, അതുപോലെ ഇമാം മുസ്ലിമിൻ്റെ ജാമ്യ, വേറെയും ജാമ്യകളുണ്ട്. കിതാബുകളിൽ നിന്ന് രണ്ടാമത്തെ ശൈലി സുനനാണ്. ഈ സുനന് എന്ന് പറഞ്ഞാൽ അഹ്കാമുകളുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളെ ക്രോഡീകരിച്ചത്. കിതാബ് ത്വഹാറത്ത് മുതൽ ഫിഖഹിൻ്റെ ബാബുകൾ തീരുന്നത് വരേക്കും. ചില ആളുകൾ കിതാബുൽ വസായ കൊണ്ട് അവസാനിപ്പിക്കും. ബാക്കി ചില കിതാബുകൾ പല നിൽക്കാൻ അവസാനമുള്ളത് സുനൽ അർബഅ നോക്കിയാൽ കാണാവുന്നതാണ്. അങ്ങനെ അഹ്കാമുകളുമായി ഫിഖഹിൻ്റെ ഇമാമിയങ്ങൾക്ക്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് ഫിഖ് മസലകൾ, ഓരോരോ വിഷയത്തിൽക്കും ബാബുകൾക്കുമുള്ള മസലകൾക്ക് അനുയോജ്യമായ ഹദീസുകൾ, തെളിവായ ഹദീസുകൾ, അതിനെ ജമ് ചെയ്യുന്ന കിതാബുകൾ, ആ കിതാബുകൾ കണക്കിലപ്പുറമാണ്. ഒരു മഹ്സൂറാണ്, കൃത്താക്കാൻ കഴിയൂല, എണ്ണിത്തീർക്കാൻ കഴിയൂല, അത്രയും കിതാബുകളുണ്ട്. അതിൽ പെട്ടൊന്നാണ് സുനനുൽ കുബ്ര, സുനനുൽ സുഗ്ര ലിന്നസായി, ബഹുമാനപ്പെട്ട ഇമാം നസായിയുടെ സുനനുൽ കുബ്രയും സുനനുൽ സുഗ്രയും. അതുപോലെ ഇബ്നു മാജയുടെ സുനന്, സുനനു ദാരഖുത്തിൻ്റെ സുനന്, അസുനനുൽ കബീറ വസ്സഗീറ ലിൽ ബൈഹഖി, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിൻ്റെ സുനനുൽ കുബ്രയും സുനനുൽ സുഗ്രയും. ഇബ്നു ഹിബ്ബാൻ്റെ സുനന്, അബൂ മുസ്ലിം എന്നവരുടെ സുനന്, അത് അബി ഖുറ എന്നവരുടെ സുനന്, അബൂ അലി ഇബ്നു സക്കൻ എന്നവരുടെ സുനന്, ഹാഫിദ് സഈദ് ബിൻ മൻസൂർ അൽ ഖുറാസാനി അവരുടെ സുനന്. ഇങ്ങനെയുള്ള ധാരാളം സുനനുകളുണ്ട്. സുനനുകൾ നാം നല്ലൊരു ബുക്ക് സ്റ്റാളിൽ പോയി സുനന് നോക്കിയാൽ ഇതിലേറെ സുനനുകളിൽ നിന്ന് ലഭ്യമാണ്. ഇമാം ബൈഹഖിക്ക് തന്നെ 3 സുനനുകളുണ്ട്. സുനനുൽ കബീർ അത് 15ഓളം ജുസാണ്. സുനനുൽ ഔസത്ത് ഏകദേശം 3 മുജല്ലദാണ്. സുനനുൽ സഗീർ 1 മുജല്ലദ്.
അങ്ങനെ ധാരാളം ആ വിഷയവുമായി ബന്ധപ്പെട്ട കിതാബുകൾ വളരെ പ്രസിദ്ധിയാർജിച്ചിട്ടുണ്ട്. ആ കിതാബുകളിൽ നിന്ന് സിഹാവു സിത്തയിൽ എണ്ണപ്പെടുന്ന കിതാബുകളാണ് ബഹുമാനപ്പെട്ട 4 കിതാബുകൾ: സുനനുൽ അർബഅ, അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ. ഇത് പ്രധാനപ്പെട്ട സുനനുകളാണ്. നാം സാധാരണഗതിയിൽ ഉപയോഗിക്കുകയും മഹാന്മാരായ അയിമ്മത്തുകൾ സഹീഹാണെന്ന് നോക്കുമ്പോൾ ചെയ്യുകയും അവർ തന്നെ ഏതെങ്കിലും ഒരു ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കുകയോ ഏതെങ്കിലും ഒരു ഇമാമ് ഹദീസിനിക്ക് മസലക്ക് തെളിവായി ഉദ്ദേശിച്ചല്ലാത്ത ഹദീസ് അതിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞ കിതാബുകൾ അതിന് ചർച്ച മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹദീസിൻ്റെ കിതാബുകളിൽ നിന്ന് 3ാമത്തെ ഐറ്റമാണ് മുസ്നദുകൾ. മുസ്നദ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൻ്റെ തർത്തീബിൻ്റെ മേലിൽ ഹദീസുകളെ പറയുക. സ്വഹാബത്തിൻ്റെ തർത്തീബ് തന്നെ അവരുടെ പേരിൻ്റെ ആദ്യാക്ഷരം നോക്കിയിട്ട് അലിഫ് ബ ഹുറൂഫുൽ ഹിജാഇൻ്റെ തർത്തീബ് പ്രകാരം ആദ്യം അലിഫ് കൊണ്ട് തുടങ്ങുന്ന പേരുള്ള സ്വഹാബിൻ്റെ ഹദീസുകൾ പറയുക. പിന്നീട് ബ കൊണ്ട് തുടങ്ങുന്ന പേരുള്ള സ്വഹാബത്തിൻ്റെ ഹദീസുകൾ പറയുക. ഇങ്ങനെ ആണ് റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾക്കാണ് മുസ്നദ് എന്ന് പറയുക. സഹാബത്തിൽ നിന്ന് അവരുടെ ഹുറൂഫുൽ ഹിജാഅ് അടിസ്ഥാനത്തിൽ ആദ്യമാദ്യം പേര് വരുന്നവർ ആദ്യാക്ഷരമുള്ളവരുടെ ഹദീസുകൾ ആദ്യമായി പറയുക. അതുകൊണ്ട് നോക്കുമ്പോൾ സ്വഹാബത്തിൽ നിന്ന് ആദ്യം ഹദീസ് പറയൽ അധിക പേരും ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. അലിഫോട് തുടങ്ങുന്നുണ്ട്. പിന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ്. അങ്ങനെ അങ്ങോട്ട് പോകും. അവിടെ എന്ത് ചെയ്യില്ല, സ്വഹാബത്തിൽ നിന്ന് മുൻഗണനയുള്ളവർ അല്ലെങ്കിൽ വലിയവർ എന്ന തർത്തീബാവൂല അവർ പരിഗണിക്കുക. വെറും അർഫുകളെ കൊണ്ട് സ്വഹാബത്തിൻ്റെ ആദ്യ അക്ഷരം കൊണ്ട് അലിഫ് കൊണ്ട് തുടങ്ങുന്നവർ ആദ്യം പറയും, പിന്നെ ഭാഗത്താകും ആ തർത്തീബ്. അതാണ് മുസ്നദിൻ്റെ ഒരു തർത്തീബ്. അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവരുടെ ഹദീസുകൾ ആദ്യമായി പറയുക. അപ്പം എന്ത് ചെയ്യും, അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ പേര് ആദ്യം വരും. പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങളെ ഹദീസുകളായിരിക്കും പിന്നീട് പറയുക. അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ അവരിൽ നിന്ന് തന്നെ ആദ്യം ഖുലഫാഉർ റാഷിദീങ്ങൾ പറയും ഖിലാഫത്തിൻ്റെ തർത്തീബ് പ്രകാരം. പിന്നെ ബദരീങ്ങളെ ഹദീസുകൾ ആദ്യം പറയും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഹദീസുകൾ. പിന്നെ അത് കഴിഞ്ഞാൽ ഫത്ഹ് മക്കയിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾ. അങ്ങനെ പറയും. പിന്നെ ആണുങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ ആദ്യമായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ഉമ്മകളായ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരായ അസ്വാജുൽ മുത്തഹറാത്ത് അവരുടെ ഹദീസായിരുന്നു പറയും. പിന്നെ നബി തങ്ങളെ മക്കളെ കൂട്ടത്തിൽ വെച്ച് കുറച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ്. കാരണം ബാക്കിയുള്ളവർ മുഴുവനും റസൂലുള്ളാഹിൻ്റെ മുമ്പ് വഫാത്തായവരാണല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം 6 മാസം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ തൊട്ട് വന്ന ചെറിയ കുറച്ച് ഹദീസുകളുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മുസ്നദുകൾ കബീലക്കനുസരിച്ചായിരിക്കും. കബീലകളിൽ നിന്ന് മുൻഗണനയുടെ കബീലക്കാർ ആ നിരക്ക് പരിഗണിക്കുമ്പോൾ ആദ്യം ബനു ഹാഷിം വരും. ആ ബനു ഹാഷിമിൽ നിന്ന് തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾക്ക് മുൻഗണനയും. പിന്നെ ബഹുമാനപ്പെട്ട അലി നബി അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസായിരിക്കും വരിക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അടുത്തടുത്ത് ഏറ്റവും വരുന്ന കുടുംബക്കാർ ഏതാണോ അവരുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യും. മുസ്ലിങ്ങളാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞ പ്രകാരം കബീലകളിൽ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിനേക്കാളും മുൻഗണന നൽകുക. എന്തുകൊണ്ട്? കുടുംബപരമായി നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും നബി തങ്ങളുമായി അടുത്ത ബന്ധമുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാകുന്നു. അപ്പോൾ ഈ ഹദീസുകളെ ക്രോഡീകരിക്കുന്നത് ഫിഖ്ഹിൻ്റെ അബ്വാബിൻ്റെ മേലിലാണ്. മുസ്നദ് നമ്മൾ പറഞ്ഞു. എന്നാൽ മുസ്നദാകുമ്പം ഫിഖ്ഹിൻ്റെ ബാബുകളെ അടിസ്ഥാനത്തിലേ ആവൂല. അതവർ രചിക്കൽ ഒന്നിരിക്കൽ സ്വഹാബത്തിൻ്റെ അലിഫ് കൊണ്ട് തുടങ്ങുന്ന സ്വഹാബിനെ കൊണ്ട് തുടങ്ങി അങ്ങനെ പോകും. അല്ലെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബിയുടെ ഹദീസ് ഒന്നായിട്ട് സ്ഥലത്ത് ജമ്മു ചെയ്യും. അല്ലെങ്കിൽ നബി തങ്ങളെ തൊട്ട് ഏറ്റവും അടുത്ത കുടുംബം, ആ കുടുംബ കബീല കൊള്ള നോക്കിയിട്ട് ആ കബീലക്കാരെ ഹദീസ് ആദ്യമായി പോകും.
അങ്ങനെ കബീലകൾ അടുത്തവരുകളെ നോക്കുമ്പോഴും അവിടെയും ഹിജായിയായ അക്ഷരത്തിന് തർത്തീബ് പ്രകാരം നോക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മുഹാജിറുകൾ ഹദീസുകൾ, അൻസാറുകളെ ഹദീസുകൾ, അങ്ങനെ ഓരോന്നോരോന്ന് അവരവരുടെ മുൻഗണനനുസരിച്ച് ആയിരിക്കും തർത്തീബ് ചെയ്യുക. പുരുഷന്മാരുടെ ഹദീസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. ഇങ്ങനെയുള്ള മുസ്നദുകൾ ധാരാളമുണ്ട്. മുസ്നദ് നുഐം ബിൻ ഹമ്മാദിനിക്ക് മുസ്നദുണ്ട്. അസദ് ബിൻ മൂസ എന്ന് പറയുന്ന മഹാനിക്കൊരു മുസ്നദുണ്ട്. അതുപോലെ അബ്ദുല്ലാഹിബിൻ മൂസൽ ഉൻസി എന്നവർക്ക് ഹദീസുണ്ട്. അബൂദാവൂദ് ത്വയാലിസിക്ക് മുസ്നദുണ്ട്. യഹ്യൽ ഹമ്മാനി എന്നവർക്ക് മുസ്നദുണ്ട്. മുസദ്ദദ് എന്നവർക്ക് മുസ്നദുണ്ട്. അങ്ങനെ ധാരാളം മുസ്നദുകളുണ്ട്. ആ മുസ്നദുകളെല്ലാം പിടുത്തം ആദ്യം സ്വഹാബത്തുകളുടെ ഹദീസുകൾ. ആ സ്വഹാബത്തുകളെ തന്നെ മുൻഗണന ചെയ്യുന്നത് ഉറൂഫുകളെ നോക്കിയിട്ടാവാം, കുടുംബങ്ങളെ നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആദ്യം വന്നവരാക്കാം. ആ ഒരു സ്ഥലത്ത് നോക്കിയാൽ അവരെ തൊട്ട് വാരിദായ ഹദീസുകൾ ഈ ഇമാം ഉദ്ധരിക്കാൻ ഉദ്ദേശിച്ചത് മുഴുവനും അവിടെ ഉണ്ടാകും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് പറയുന്നിടത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ തൊട്ട് വന്ന ഹദീസുകൾ ഈ കിതാബ് ഉണ്ടാക്കുന്ന ആൾ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവനും അവിടെ ഉണ്ടാകും. പിന്നെ അപ്പുറപ്പുറം തിരഞ്ഞു പോകില്ല. ഇതാണ് മുസ്നദിൻ്റെ സ്ഥിതി.